നമ്മളോടൊപ്പം ഇപ്പോൾ അന്താരാഷ്ട്ര നിരീക്ഷകൻ ഷാബു പ്രസാദ് അദ്ദേഹം കൂടി ചേരുന്നുണ്ട്. എങ്ങനെ വിലയിരുത്താം നമുക്ക് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടക്കുന്ന അമേരിക്ക ഇറാനിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നു, ഇറാന് അമേരിക്കയുടെ ഈ മേഖലയിലുള്ള പല അസറ്റുകളിലേക്കും ആക്രമണം നടത്തുന്നു എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഇറാനിൽ നിന്നുള്ള ഒരു വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ മുഹമ്മദ് മൊറാണ്ടി എന്ന് പറയുന്ന ഒരു പുള്ളി കുറച്ചുനാൾ മുൻപ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇറാനെ സംബന്ധിച്ച് ഒരുപാട് ആക്രമണങ്ങളൊന്നും ഈ ഹൊർമൂസ് കടലിടുക്കിലേക്ക് നടത്തേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് ഏതെങ്കിലും കപ്പലിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയാൽ തന്നെ ഇതുവഴി കപ്പലുകൾ പോകാൻ മടിക്കും, ഇൻഷുറൻസ് തുക ഒരുപാട് കൂടും, റിസ്ക് എടുക്കാൻ കപ്പലുകൾ തയ്യാറാവില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യം മാത്രം ഇറാൻ ചെയ്താൽ മതി എന്നുള്ള കാര്യം കുറെ കാലം മുന്നേ പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അതേ കാര്യം ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുകയും ചെയ്യുന്നു. എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക? ഈ യുദ്ധം ഇവിടെ സമാധാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, അതോ ഇതിങ്ങനെ കൂടിക്കൂടി വന്ന് മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് കൂടി പോകാനുള്ള സാധ്യതയാണോ നിലനിൽക്കുന്നത്? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഇത് വലിയ യുദ്ധത്തിലേക്കൊന്നും ഇനിയും പോവില്ല. എനിക്ക് എന്താ എക്കോ കേൾക്കുന്നേ ഒന്ന് നോക്കണേ അവിടെ. എന്തായാലും ഇതൊരു വലിയ യുദ്ധത്തിലേക്കൊന്നും ഇനിയും പോവില്ല. ഒന്നാമത്തെ കാര്യം, ഈ രണ്ട് കൂട്ടർക്കും ഇപ്പൊ അമേരിക്കയ്ക്കും അതെ ഇറാനും അതെ ഇത് മടുത്തിട്ടുണ്ട്. ഇത് അമേരിക്കയ്ക്ക് ശരിക്കും മടുത്തു എല്ലാ അർത്ഥത്തിലും. ഇറാൻ ആണെങ്കിൽ മടുത്തു എന്നുള്ളതല്ല കാര്യം, അവരുടെ കയ്യിലുള്ള സാധനം മുഴുവൻ തീർന്നു. ആയുധങ്ങളൊക്കെ ഇത് ഇറാൻ ഈ പറയുന്ന പോലെ അത്ര വലിയൊരു സമ്പന്ന രാജ്യമൊന്നും അല്ലല്ലോ, അമേരിക്കയെ പോലെയോ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളെ പോലെയൊക്കെ. ഇപ്പൊ തന്നെ അവിടുത്തെ എക്കണോമി ടോട്ടലി അടിമുടി തകർന്നു നിൽക്കുകയാണ്. എല്ലാം കൊണ്ട് അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഇല്ല, കോർഡിനേഷൻ ഇല്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കും ഉണ്ട്. അങ്ങനെ പക്ഷെ എന്നാൽ ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോ പടക്കം അവർക്ക് പൊട്ടിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഈ നടക്കുന്നത്. അല്ലാതെ ഇനി ഇത് ഒരു ഒരു ലാർജ് സ്കെയിൽ വാറിലേക്ക് പോകാവുന്ന അവസ്ഥ ഇല്ല. അത് നടക്കില്ല ഇനി. കാര്യം അവരെ കൊണ്ട് സാധിക്കില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പൊട്ടലും ചീറ്റലുമായിട്ട് നിൽക്കും. ഇവരിടയ്ക്ക് ഏതെങ്കിലും ഒരു ഡ്രോൺ കത്തിച്ചു വിടും, അല്ലെങ്കിൽ ഒരു കയ്യിലുള്ള ഏതെങ്കിലും ഒരു റോക്കറ്റ് കത്തിച്ചു വിടും. അതിന്റെ മണ്ടയ്ക്ക് അവിടെ അമേരിക്ക കൊണ്ടുപോയി തിരിച്ചു 2 ബോംബിടും. ഇങ്ങനെ ഇതിങ്ങനെ ചിലപ്പോൾ കുറച്ച് നാളുകൂടെ മുമ്പോട്ട് പോയെന്ന് വരും. അത് കഴിഞ്ഞ് അതും അങ്ങ് നിൽക്കും. അല്ലാതെ ഇപ്പം ഇതുവരെ ഉണ്ടായിരുന്ന ഇതിന്റെയൊക്കെ തുടക്കത്തിലുണ്ടായിരുന്ന പോലെയൊക്കെയുള്ള ഇങ്ങനെ ചെറുപറ മഴ പെയ്യുന്ന ബോംബിടുന്ന അങ്ങനെയുള്ള അവസ്ഥയൊന്നും ഇനി ഉണ്ടാവില്ല. പിന്നെ ഇത് ഇസ്രായേലാണെങ്കിൽ ഇതിൽ അവരുടെ ലക്ഷ്യം ഏതാണ്ട് സാധിച്ചു. അവരുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? കാര്യം ഇറാനിൽ നിന്നുള്ള ആണവായുധ ഭീഷണി ഉണ്ടാവരുത്, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അത് ഏകദേശം സാധിച്ചിട്ടുണ്ട്. അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഏതാണ്ട് കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇനിയിപ്പോൾ ഒരു ആണവായുധം ഉണ്ടാക്കാനുള്ള ശേഷിയൊന്നും ഇപ്പൊ എന്തായാലും ഇനി അടുത്ത കുറഞ്ഞ ഒരു 10-20 വർഷത്തേക്ക് ഇറാൻ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ആ ഭീഷണി ചൊല്ലി ഇസ്രായേൽ അവരുടെ കാര്യം നോക്കി അവർ പോയി. ഇതിന്റെ അകത്ത് ഇസ്രായേൽ വളരെ തന്ത്രപൂർവ്വം ഇതിന്റെ അകത്തിട്ട അമേരിക്കയാണ് ഇപ്പൊ ഇതിന്റെ അകത്ത് ഇങ്ങനെ തടിക്കിടയിൽ വാലുപോയ കുരങ്ങന്റെ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നത്. അവർക്കും ഇത് മടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അവർക്കും ആ ഭൂമിയിൽ വലിയ താല്പര്യമൊന്നുമില്ല. കാര്യം കുറെ മറീൻസിനെ അല്ലെങ്കിൽ വലിയൊരു ട്രൂപ്പിനെ അവിടെ കൊണ്ടുവന്നിറക്കി അവരെ ഭൂമിശാസ്ത്രപരമായി കീഴടക്കുക എന്നുള്ളതൊന്നും അവരുടെ ലക്ഷ്യമായിരുന്നില്ല. അതൊട്ട് സക്സസ് ആവുകയുമില്ല. കാര്യം അത് കണ്ടതാണ്. ഇവിടെ അഫ്ഗാനിസ്ഥാനിലും വിയറ്റ്നാമിലും ഒക്കെ അവർക്ക് ഒരുപാട് കൈപൊള്ളിയിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടം അമേരിക്കയ്ക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ പണിക്കും അവർ പോവില്ല. അതിനിടയ്ക്ക് ഈ പരസ്പരം ഈ ചില കവലച്ചട്ടമ്പികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റോഡ് വെച്ച് കാണുമ്പോൾ ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തു, 2 ഇങ്ങോട്ട് കൊടുത്തു എന്നൊക്കെ പറയുന്ന മാതിരി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകും എന്നുള്ളതല്ലാതെ ഇതിനി മുമ്പോട്ടധികം പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറ്റൊരു കാര്യം, ഇസ്രായേൽ എന്നുള്ള ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഈ കുവൈറ്റും ബഹ്റൈനും ഒരു ജോയിന്റ് സ്ട്രൈക്ക് ഇറാനിലേക്ക് നടത്തി എന്നുള്ള ഒരു കാര്യം. ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അങ്ങേക്ക് എങ്ങനെ തോന്നുന്നത്? കണ്ടവാനം അവരെ കയറി ചൊറിയുകയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. അത് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അവരുടെ ഓയിൽ ഫെസിലിറ്റിയൊക്കെ ഇവരിങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് ഇവർ തമ്മിൽ പണ്ടേ ശത്രുത ഉള്ളവരാണ്. കാര്യം ഇറാനെ ഈ GCC രാജ്യങ്ങളെല്ലാം ഇറാനെ അകറ്റി നിർത്തിയിരിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടമാനം അവരെ കയറി ചൊറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചും കൊടുത്തെന്ന് വരും. എന്നാലും ഒരു ലാർജ് സ്കെയിൽ വാറിലേക്കൊന്നും പോകാനുള്ള സാധ്യത ഇല്ലപ്പാ. മറ്റൊരു കാര്യം, ഇപ്പോൾ ഹമാസിന്റെ ഗാസയിലെ ഹമാസ് ഏകദേശം സമ്പൂർണ്ണമായി കീഴടങ്ങി എന്ന് പറയുന്നു.
അപ്പോൾ ഇനി ഗാസയുടെ പുനർനിർമ്മാണമാണ്. അതിന് അല്പം ടെക്നിക്കലായിട്ടുള്ള അങ്ങനെ ആ രീതിയിലുള്ള ആളുകളെ എന്ന് വെച്ചാൽ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് യൂറോപ്പിലെ രാജ്യങ്ങൾ ചെയ്തതുപോലെ ഇച്ചിരി പ്രൊഫഷണലി അറിവുള്ള ആളുകളെ റീബിൽറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന അതേ രീതിയിൽ റീബിൽറ്റിന് വേണ്ടി ആളുകളെ ഉപയോഗിക്കും എന്ന് പറയുന്നു. ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തുകയും ചെയ്തിരിക്കുന്നു. ഗാസയുടെ അവസ്ഥ ഇനി എന്തായിരിക്കും എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? ഇല്ല, ഗാസ ഇപ്പൊ അവസാനം അവിടെ അവശേഷിച്ചിരിക്കുന്ന ഈ ഇവരെ കൂടി ഈ ഹമാസിനെ കൂടി ഉള്ളവരെ കൂടെ അവരില്ലാതാക്കും. അതിനുശേഷം മാത്രമേ അവിടെ ഒരു റീബിൽഡിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. ഗാസ പുനർനിർമ്മിക്കുക എന്നുള്ളത് യുഎന്റെയും ലോക സമൂഹത്തിന്റെയും ഉത്തരവാദിത്വം എന്നുള്ള നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അത് ഉണ്ടായേക്കും. കാര്യം ഇപ്പൊ പറഞ്ഞപ്പോ ഇറാഖിന്റെ കുവൈറ്റ് അധിനിവേശത്തിന് ശേഷം ഇറാഖ് കുവൈറ്റ് കംപ്ലീറ്റ് വീണ്ടും റീബിൽഡ് ചെയ്തില്ല, മുഴുവൻ തവിട് പൊടിയാക്കി കളഞ്ഞിരുന്നതല്ലായിരുന്നു. അത് ഏതാനും വർഷങ്ങൾ കൊണ്ട് കുവൈറ്റ് പഴയതിനെക്കാട്ടിൽ വലിയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തല്ലോ. അത് എങ്ങനെ ചെയ്തത്? അന്താരാഷ്ട്ര സമൂഹമാണ് ചെയ്തത്. അതേപോലെ തന്നെ ഒരു റീകൺസ്ട്രക്ഷൻ തീർച്ചയായിട്ടും അന്താരാഷ്ട്ര സമൂഹം ഏറ്റെടുക്കും, UN ഏറ്റെടുക്കും. അതിൻ്റെ അകത്ത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് അമേരിക്കയ്ക്കൊക്കെ വലിയ റോളുണ്ടാകും. തീർച്ചയായും അത് ഇന്ത്യക്കുമുള്ള വലിയൊരു അവസരമായിരിക്കും അത്. കാര്യം ഇവിടെയുള്ള സ്കിൽഡ് മാൻ പവർ, അതേപോലെ തന്നെ ഇപ്പോൾ അന്താരാഷ്ട്ര രംഗത്ത് വളരെ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്ന ഇന്ത്യയുടെ അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് ഇന്ത്യക്കും അതിൻ്റെ അകത്ത് വലിയ പങ്ക് വഹിക്കാനുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ തൊഴിൽ മേഖലയിലും വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള പുതിയ അവസരങ്ങൾ ഉണ്ടാക്കാൻ അത് സഹായിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും അങ്ങനെ ഇട്ടേക്കാൻ പറ്റില്ലല്ലോ അവിടെ. തീർച്ചയായും അതുണ്ടാവും. മറ്റൊരു കാര്യം, ഇനി അവസാനം നമ്മൾ ഇസ്രായേലിലേക്ക് എത്തുകയാണെങ്കിൽ ഇസ്രായേൽ എങ്ങനെ യുദ്ധവുമായിട്ട് ഇനി മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ട്? ഇപ്പൊ ലെബനോണിൽ അവർ വീണ്ടും ആക്രമണം നടത്തുന്നു. കരാറുകൾ എത്രയുണ്ട് എങ്കിലും അവരിപ്പോഴും അവിടെ ആക്രമണം നടത്തുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്, ആരെയും പരിഗണിക്കുന്നില്ല. അത് എങ്ങനെ നമുക്ക് വിലയിരുത്താം? ഇസ്രായേലിന്റെ ഈ ആക്രമണങ്ങൾ സിറിയയിലേക്ക് ഇങ്ങോട്ട് ഉള്ള ആക്രമണങ്ങൾ തുടരുമോ, അതോ അവര് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുമോ? അല്ല, ഇസ്രായേലിന് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അവര് അന്താരാഷ്ട്ര സമൂഹത്തോടും ആവശ്യപ്പെടുന്ന അത് മാത്രമേ ഉള്ളൂ. അവരുടെ നിലനിൽപ്പിനും അവരുടെ ദേശ സുരക്ഷയ്ക്കും ഭീഷണി ഉണ്ടാകും. അങ്ങനെ ഭീഷണി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും നോക്കില്ല. അവിടെ ഒരു മാനവികതയും മാനുഷികതയും അന്താരാഷ്ട്ര മര്യാദകളും ഒന്നും ഉണ്ടാവില്ല. അവർ വളരെ റൂത്ത്ലെസ് ആയിട്ടായിരിക്കും അവിടെ അവർ ബിഹേവ് ചെയ്യുക. അത് കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. അവർ പറഞ്ഞല്ലോ, ഞങ്ങൾ ആരുടെയും തൊള്ള കയറാൻ അങ്ങോട്ട് പോകുന്നില്ല, ഞങ്ങളെ ആരും ചൊറിയാൻ ഇങ്ങോട്ടും വരരുത്, ഞങ്ങളൊരു ചെറിയ സമൂഹമാണ്, ഞങ്ങൾ ഇവിടെ അടങ്ങി ഒതുങ്ങി ഞങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചോട്ടെ, എന്തിനാണ് ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഇത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഒരു ലളിതമായ ചോദ്യം മാത്രമേ അവർക്ക് ചോദിക്കാനുള്ളൂ ഈ ലോക സമൂഹത്തോട്. അപ്പം ഇനി ഒരു എക്സോഡസോ അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ നീണ്ട ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രവാസവും പീഡനങ്ങളും ഒന്നും അവർക്കിനി അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ ഞങ്ങളൊരു രാജ്യമാണ്, ഞങ്ങളൊരു രാഷ്ട്രമാണ്, ലോക സമൂഹത്തിനോടും അന്താരാഷ്ട്ര സമൂഹത്തിനോട് ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രമായിട്ട് തന്നെ തുടരാനാണ് ഞങ്ങളുടെ താല്പര്യം. പക്ഷെ ഞങ്ങളുടെ സുരക്ഷാ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് അവിടെ നമുക്ക് വേറെ മര്യാദകളൊന്നും നോക്കാൻ പറ്റില്ല. ഇത്രയുമാണ് ഇസ്രായേൽ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്. അത് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഒരു കാലത്ത് ഇസ്രായേലിനോട് തുടർച്ചയായി യുദ്ധം ചെയ്തിരുന്ന ഈജിപ്തും ലെബനോണും ഈജിപ്തും ജോർദാനുമൊക്കെ ആ പണി നിർത്തി കഴിഞ്ഞപ്പോൾ അവരുമായിട്ട് നല്ല സൗഹൃദ രാജ്യങ്ങളാണ്. അതുപോലെ അവരെ അംഗീകരിക്കും. ആദ്യം അവരെ അംഗീകരിച്ച് അവരെ ഉപദ്രവിക്കാതെ പോയി കഴിഞ്ഞാൽ അവരും ആരെയും ഉപദ്രവിക്കില്ല. അത്രയേ ഉള്ളൂ സംഭവം. വളരെ നന്ദി അങ്ങ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന്. വളരെ നന്ദി.